ഈയിടെ ഈ അർജന്റീന ഫാൻസിനും മെസ്സി ഫാൻസിനും എന്തൊരു തൊള്ളയാണ്. അർജന്റീന ഫാൻസിനും മെസ്സി ഫാൻസിനും പോലെ അഹങ്കാരം പിടിച്ചൊരു ഫാൻസിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഞാനടക്കുമ്പോൾ അർജന്റീന ഫാൻസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരിക്കില്ലേ ഇത്. എടാ, ഞങ്ങൾക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. തുടർ പരാജയങ്ങളുടെ പടുകുഴിയിലായിരുന്ന ഒരു കാലം. അന്നെല്ലാം നിങ്ങൾ ഞങ്ങളെ എത്രമാത്രം വിമർശിച്ചിട്ടുണ്ടെന്നും വേദനിപ്പിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തന്റെ കഴിവിന്റെ പരമാവധി ആ ടീമിന് വേണ്ടി നൽകിയിട്ടും കപ്പിനും ചുണ്ടിനും ഇടയിൽ ഒരുപാട് ഫൈനൽ മത്സരങ്ങൾ പരാജയപ്പെട്ട ലയണൽ മെസ്സി എന്ന കുറിയ മനുഷ്യനെ നിങ്ങൾ വിമർശിച്ചതിനും വേദനിപ്പിച്ചതിനും കയ്യും കണക്കുണ്ടോ? 2014 വേൾഡ് കപ്പിൽ ടൂർണമെന്റിലുടനീളം ഒരു ആവറേജ് ടീമുമായി വന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയിട്ടും കലാശ പോരാട്ടത്തിൽ അവസാന നിമിഷം ജർമ്മനിയോട് പരാജയപ്പെട്ട് നിസ്സഹായനായി മൈതാനത്ത് തലതാഴ്ത്തി നിൽക്കുമ്പോഴും 2007 കോപ്പ അമേരിക്ക ഫൈനലിൽ പരാജയപ്പെട്ടപ്പോഴും 2015 കോപ്പ അമേരിക്ക ഫൈനലിൽ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയിട്ടും തന്റെ ടീം കലാശ പോരാട്ടത്തിൽ പരാജയപ്പെട്ട സങ്കടത്തിൽ ആ അവാർഡ് പോലും നിഷേധിച്ച് നിൽക്കുമ്പോഴും 2016 കോപ്പ അമേരിക്ക ഫൈനലിൽ തന്റെ ടീമിന് വേണ്ടിയിട്ട് ഒരു ക്രൂഷ്യൽ പെനാൽറ്റി താൻ നഷ്ടപ്പെടുത്തിയ സങ്കടത്തിൽ ഒരു കുഞ്ഞു പൈതലിനെ പോലെ ആ മൈതാനത്ത് നിന്ന് തേങ്ങിക്കരഞ്ഞു നിന്നപ്പോഴും നിങ്ങൾ അയാളെ എന്തൊക്കെ തരത്തിൽ വിമർശിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് നിങ്ങൾ അയാളോട് എന്തെങ്കിലും തരത്തിലുള്ള ദയ കാണിച്ചിട്ടുണ്ടോ? ഇന്റർനാഷണൽ ഫ്ലോപ്പ്, ക്ലബ്ബ് പ്രൊഡക്റ്റ്, രാജ്യത്തിന് വേണ്ടി കപ്പുണ്ടോ തുടങ്ങിയ സംസ്കാരശൂന്യമായ നിലവാരം തരത്തിലുള്ള ട്രോളുകൾ അടക്കം കൊണ്ട് അയാളെയും ഞങ്ങളെയും നിങ്ങൾ ട്രോളിയപ്പോഴും പരിഹസിച്ചപ്പോഴും വേദനിപ്പിച്ചപ്പോഴും തെല്ലും കളങ്കമില്ലാതെ വാനോളം ഉയരത്തില് അന്നും ഇന്നും എന്നും വാമോസ് അർജന്റീന എന്ന് ഏറ്റുവിളിച്ചവരാടാ ഞങ്ങൾ. അതൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല അല്ലേ? പിന്നീട് കാലത്തിന്റെ നീതി എന്നോണം ഒരു ഫുട്ബോൾ കളിക്കാരന് ലഭിക്കേണ്ട എല്ലാവിധ ട്രോഫികളും ബഹുമതികളും സ്വന്തമാക്കിക്കൊണ്ട് എ കംപ്ലീറ്റ് ഫുട്ബോളറായി ഈ ലോകത്തെ തന്നെ ഒരു തുകൽപന്താക്കി അതിനെ തന്റെ കാൽ കീഴിലാക്കി അയാൾ നിൽക്കുമ്പോഴും അയാളുടെ ചിറകിലേറി 2021 കോപ്പ അമേരിക്കയുടെ കലാശ പോരാട്ടത്തിൽ ബ്രസീലിനെ തകർത്തുകൊണ്ട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ ടീം കിരീടം ചൂടി. പിന്നെ അങ്ങോട്ട് 2022 യൂറോപ്യൻ വമ്പന്മാരെ മലർത്തിയടിച്ചുകൊണ്ട് ഫൈനലിസിമയും ഒരിക്കൽ കൂടി അമേരിക്ക കീഴടക്കിക്കൊണ്ട് 2024 കോപ്പ അമേരിക്കയും വേൾഡ് കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ച വിമർശകരുടെ അണ്ണാക്കിലടിച്ചുകൊണ്ട് മുന്നിൽ വന്ന സകല വമ്പന്മാരെയും കൊന്നു കുഴിച്ചുമൂടി വിശ്വകിരീടവും ഖത്തർ രാജാവ് അണിയിച്ച സുവർണ മേലങ്കി അണിഞ്ഞ് ഞങ്ങളും ഞങ്ങളുടെ ആ കുറിയ മനുഷ്യനും ഏറ്റുവാങ്ങിയില്ലേ? ഇന്ന് ഞങ്ങള് കാൽപന്ത് കളിയുടെ വിശ്വപോരാട്ടത്തിലെ നിലവിലെ ചാമ്പ്യന്മാരാണ്. സകലമായ ടീമുകളെയും പിന്നിലാക്കി വിജയസിംഹാസനത്തിന്റെ നെറുകയിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നു. തെളിയിക്കാനുള്ളതെല്ലാം തെളിയിച്ചു കഴിഞ്ഞു, നേടാനുള്ളതെല്ലാം അയാൾ നേടിക്കഴിഞ്ഞു. ഇനി കിട്ടുന്നതെല്ലാം ബോണസ്. അപ്പോ കുറച്ചൊക്കെ അഹങ്കാരം ആയിക്കൂടെ? എന്നാൽ ഇത് ഞങ്ങളുടെ അഹങ്കാരമല്ല, കോൺഫിഡൻസ്. ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം. വാമോസ് അർജന്റീന.